ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പെറ്റൽസ് ഓഫ് ടീന. ഇന്ന് നമ്മൾ ഒരു നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാലക്കാട് സ്റ്റൈല് ചിക്കൻ കറി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതിനായി ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഒരു 4 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിൽ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് പോരാ, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ സ്പൂണ് വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പൊടികൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. കാരണം നമ്മളിനി ഇതിലോട്ട് ചിക്കൻ ഇടാൻ പോവുകയാണ്. ആ ചിക്കനിൽ നിന്നും നമുക്ക് വെള്ളം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചാൽ മതി. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 കിലോ ചിക്കനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ പൊടികൾ എടുക്കുന്നത് നിങ്ങൾ എത്രയാണോ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകവും ചെറിയ ജീരകവും കൂടിയിട്ട് ഇടാനുണ്ട്. നമുക്ക് ഇത് പൊടികളുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ജീരകവും പെരിഞ്ജീരകവും പിന്നെ കുരുമുളകും കൂടിയിട്ട് മിക്സിയിലിട്ടൊന്ന് നന്നായി അരച്ച ശേഷം ഇതിലോട്ട് ചേർത്താവുന്നതാണ്. ഞാനിവിടെ ചെറിയ ജീരകം പൊടിച്ചത് 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പെരിഞ്ജീരകം പൊടിച്ചതും 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ മോസ്റ്റ്ലി കുരുമുളകിൻ്റെ ടേസ്റ്റാണ് വരേണ്ടത്. ബിക്കോസ് ഞാനിവിടെ പാലക്കാട് രീതിയിലുള്ള നാടൻ ചിക്കൻ കറിയാണ് ഞാൻ വെക്കുന്നത്. നാടൻ ചിക്കൻ കറി പറയുമ്പോൾ തന്നെ അതിൽ മുന്നിട്ട് നിൽക്കുന്നത് കുരുമുളകിൻ്റെ ടേസ്റ്റാണ്. ഓക്കെ, ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ചിക്കൻ വെക്കാനുള്ള പാത്രം ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ മാക്സിമം ചിക്കൻ വെക്കുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. കാരണം നമുക്ക് നന്നായി ഇളക്കി കൊടുക്കണമല്ലോ, അതുകൊണ്ടാണ്. പാത്രം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 സ്പൂണ് എണ്ണയാണ് ഒഴിക്കുന്നത്. എൻ്റെ എണ്ണ നല്ലോണം കട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നല്ല തണുപ്പാണ്, അതുകൊണ്ടാണ്. എണ്ണ ചൂടായ ശേഷം നമുക്ക് അതിലോട്ട് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി ഞാനൊരു 20 ചെറിയുള്ളി 2-3 പീസായിട്ട് കട്ട് ചെയ്തത് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ഷെയ്ഡൊന്ന് മാറിയ ശേഷം നമുക്ക് 2 വലിയുള്ളി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും പച്ചമുളക് ഒരു 2-3 പച്ചമുളക് നടുവായി കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുന്നത്. കാരണം ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഇതിൽ ഉപ്പിട്ടാൽ മതി. ഇനി നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ട് ചതച്ചത് അല്ലെങ്കിൽ അതിൻ്റെ പേസ്റ്റ് ആണെങ്കിലും മതി, പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയൊരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം.
ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഞാനൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ ഉള്ളിയും ഇതെല്ലാം നന്നായി ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായി ഇറങ്ങി വരുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. ഇത് നന്നായി ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അതിന് ശേഷം മാത്രമേ നമുക്ക് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരുള്ളൂ. ഇത് കുറച്ച് നന്നായി ഇളക്കി കൊടുക്കുക തന്നെ വേണം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന ശേഷം നമുക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കാരണം അടി പിടിക്കരുത്. അടി പിടിക്കണ്ടോയെന്നൊന്ന് ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുത്ത് കൊണ്ടേയിരിക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ വേകാൻ ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ മുങ്ങിക്കിടക്കണത്ര വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വേകട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇതിലത്തെ വെള്ളമൊക്കെ നന്നായി ഒന്ന് തിളച്ച ശേഷം ഇതിൽ ഉപ്പും എരിവും ഒക്കെ ഒന്ന് നോക്കാം. ഇതെല്ലാം പാകത്തിനുണ്ടെങ്കിൽ ഓക്കെ, പാകത്തിനില്ലെങ്കിൽ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം, അല്ല എരിവ് വേണമെങ്കിൽ എരിവ് ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ കുറച്ച് എരിവ് കമ്മിയാണ്, അപ്പോൾ ഞാനിവിടെ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ആ സമയം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇനിയും കാണാൻ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഉണ്ടെങ്കിൽ മല്ലിയിലയും ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ മല്ലിയിലയില്ല, അതുകൊണ്ട് ഞാൻ കറിവേപ്പില മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതൊന്ന് മൂടി വെച്ച ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 10 മിനിറ്റിന് ശേഷം മാത്രം നമ്മൾ ഇത് സെർവ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴാണ് ഈ മസാലയൊക്കെ ഈ ചിക്കനിൽ പിടിച്ചിരിക്കുകയുള്ളൂ. നമ്മൾ എപ്പോഴും ചിക്കൻ കറി വെച്ച് കഴിഞ്ഞതും നമ്മളത് സെർവ് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അതേസമയം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യണമെങ്കിൽ ഇതിന് ചിക്കൻ്റെ മസാലയെല്ലാം ചിക്കനിൽ പിടിച്ച് നല്ല പെർഫെക്റ്റ് ടേസ്റ്റ് ആയിട്ടുണ്ടാകും. അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ആയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായിട്ട് ഇനിയും വരാം. അതുവരേക്കും ബൈ ബൈ.